ഹായ് ഓൾ, വെൽക്കം ടു സാലം ടെക്നിക്കൽ ഓൺലി ഫോർ എഞ്ചിനീയേഴ്സ്. നമ്മൾ 1 ഇയർ സ്റ്റഡി പ്ലാനിന്റെ ഭാഗമായിട്ട് വീക്ക് 4 സർവേ ആണ് ഡിസ്കസ് ചെയ്തത്. സർവേയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തിയോഡലായിട്ട് ലെവലിംഗ്. ഈ വീക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് തിയോഡലായിട്ട് ലെവലിംഗ്, കോണ്ടൂറിംഗ് ആൻഡ് ട്രാവേഴ്സിംഗ് ആണ്. ഓൾറെഡി നമ്മൾ ലെവലിംഗ് ആൻഡ് തിയോഡലായിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കോണ്ടൂറിംഗിലെ ചില്ലറ പോയിന്റുകളാണ്. ക്ലിയർ അല്ലേ? ആദ്യം തന്നെ നമ്മൾ അറിയേണ്ടത് ബേസിക് ആയിട്ടുള്ള പോയിന്റ് വാട്ട് ഈസ് കോണ്ടൂർ എന്നുള്ളതാണ്. അല്ലെ, കോണ്ടൂർ എന്താണെന്ന് അറിയാതെ കോണ്ടൂറിംഗ് പഠിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. സോ എന്താണ് കോണ്ടൂർ എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് എ ലൈൻ ജോയിനിങ് പോയിന്റ് ഓഫ് സെയിം വാല്യൂ ഓഫ് എലിവേഷൻ. അല്ലെ, കോണ്ടൂർ എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈൻ ജോയിനിങ് പോയിന്റ് ഓഫ് സെയിം വാല്യൂ ഓഫ് ലൈൻ ജോയിനിങ് പോയിന്റ് ഓഫ് സെയിം വാല്യൂ ഓഫ് എലിവേഷൻ ആണ്. സെയിം വാല്യൂ ഓഫ് എലിവേഷൻ, ഒരേ എലിവേഷൻ പോയിന്റുകൾ ജോയിൻ ചെയ്യുന്ന ലൈനിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോണ്ടൂർ എന്ന് പറയുന്നത്. ഒരു കോണ്ടൂർ മാപ്പ് നമുക്കൊന്ന് വരച്ചു നോക്കാം. എങ്ങനെയാണ് അതിന്റെ ഒരു പരിപാടി എന്ന് വ്യക്തമായി മനസ്സിലാക്കിയാൽ അതിന്റെ ഉള്ളിൽ നമ്മൾ പറയാൻ പോകുന്ന എല്ലാ ടെർമിനോളജിയും ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാകും. നോക്കിയേ, ഇത്തരത്തിലൊരു മല, ഇങ്ങനൊരു മല ഉണ്ട്, ഇങ്ങനൊരു മല നമുക്ക് അവൈലബിൾ ആണ്. ആ മലയുടെ കോണ്ടൂർ മാപ്പാണ് നമ്മൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മൾ ഈ മലേനെ പല പല സെക്ഷൻസിൽ കട്ട് ചെയ്യാണ്. ഇതാണ് സെക്ഷൻ 1-1. അടുത്ത ഒരു സെക്ഷനാണ് സെക്ഷൻ 2-2. പിന്നീട് കാണപ്പെട്ട മറ്റൊരു സെക്ഷനാണ് സെക്ഷൻ 3-3. ആ ഒരു മലേനെ നമ്മൾ പല സെക്ഷനിൽ കട്ട് ചെയ്തു. ഓക്കെ, ഓരോ സെക്ഷനിലെയും എലിവേഷൻ നോക്കിയപ്പോൾ ഈ പറയുന്ന സെക്ഷനിലെ എലിവേഷൻ അറ്റ് ദീസ് പോയിന്റ് ലെറ്റ്സ് സേ 100 മീറ്റർ ആണ്. ഈ കാണിച്ചിരിക്കുന്ന ഇവിടുത്തെ എലിവേഷൻ ലെറ്റ്സ് സേ 98 മീറ്റർ ആണ്. പിന്നെ മൂന്നാമത്തെ പോയിന്റിലെ എലിവേഷൻ നമ്മൾ മെഷർ ചെയ്തപ്പോൾ നമുക്ക് 96 മീറ്റർ കിട്ടി. ക്ലിയർ അല്ലേ? നമ്മൾ എന്താ ചെയ്യുന്ന അറിയോ? നമ്മൾ ഏത് സെക്ഷനിലാണോ മലനെ കട്ട് ചെയ്തത് എന്നിട്ട് അതിന്റെ ടോപ്പ് വ്യൂ നോക്കുകയാണ്. ഇപ്പൊ നമ്മള് ഒന്നാമത്തെ സെക്ഷനിലാണ് ആദ്യം കട്ട് ചെയ്തത്. അവിടെ നിങ്ങൾ മലനെ കട്ട് ചെയ്തിട്ട് നിങ്ങൾ എന്ത് നോക്കണം? നിങ്ങൾ ടോപ്പ് വ്യൂ നോക്കിക്കഴിഞ്ഞാൽ എന്താണോ കാണുന്നത് അതാണ് ആ സെക്ഷൻ 1-1 അതായത് എലിവേഷൻ 100 മീറ്ററിലൂടെ പോയിട്ടുള്ള കോണ്ടൂർ ലൈൻ. നിങ്ങൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഈ ലൈൻ താഴോട്ട് ഡ്രോപ്പ് ചെയ്യാം. ഇത്തരത്തിൽ നമ്മൾ സെക്ഷൻ കട്ട് ചെയ്യുന്നു എന്നിട്ട് ടോപ്പ് വ്യൂ നോക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ആ പറയുന്ന എലിവേഷൻ കിട്ടും. ഇത്തരത്തിലൊരു ടോപ്പ് വ്യൂ കിട്ടും. ഓക്കെ അല്ലെ? കട്ട് ചെയ്യുക, അവിടെ ടോപ്പ് വ്യൂ നോക്കുക. സിമിലർലി അടുത്ത പോയിന്റിൽ അല്ലെങ്കിൽ അടുത്ത സെക്ഷനിൽ കട്ട് ചെയ്യുക, എന്നിട്ട് അവിടുത്തെ ടോപ്പ് വ്യൂ നോക്കുക. അടുത്ത സെക്ഷനിൽ കട്ട് ചെയ്യുക, എന്നിട്ട് അവിടുത്തെ ടോപ്പ് വ്യൂ നോക്കുമ്പോൾ നമുക്ക് 98 മീറ്റർ എന്ന് പറയുന്ന കോണ്ടൂർ ലൈൻ കിട്ടും. സിമിലർലി അടുത്ത സെക്ഷനിൽ കട്ട് ചെയ്യുന്നു, അതായത് 3-3 കട്ട് ചെയ്തു. നമ്മൾ ടോപ്പ് വ്യൂ നോക്കി, നമ്മൾ അതിനെ ജോയിൻ ചെയ്തു, അല്ലെങ്കിൽ ടോപ്പ് വ്യൂ നോക്കിയപ്പോൾ നമുക്ക് ഇത്തരത്തിൽ കിട്ടി. ഈ താഴെ കാണിച്ചിരിക്കുന്ന ഈ ലൈനുകളുടെ കോമ്പിനേഷനെയാണ് നമ്മൾ കോണ്ടൂർ മാപ്പ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ഹിൽ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? എന്ത് മനസ്സിലാക്കാന്നുള്ള കാര്യം, ഇവിടെ ഏറ്റവും ഉള്ളില് എലിവേഷൻ 100 മീറ്റർ ആണ്. അല്ലെ, കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ വരച്ചിരിക്കുന്നത് 98 മീറ്റർ ആണ്. പിന്നെ വരച്ചിരിക്കുന്നത് 96 മീറ്റർ ആണ്. ക്ലിയർ അല്ലേ? സോ ദീസ് ആർ ദ ലൈൻ ജോയിനിങ് പോയിന്റ് ഓഫ് ഈക്വൽ വാല്യൂ ഓഫ് എലിവേഷൻ ആണ്. എങ്ങനെയാണ് ഒരു മലയുടെ അല്ലെങ്കിൽ ഒരു വാല്യൂയുടെ കോണ്ടൂർ മാപ്പ് വരയ്ക്കുന്നത് നമ്മൾ ജസ്റ്റ് സിമ്പിളി കാണിച്ചു. ഇവിടെ ഈ കോണ്ടൂർ മാപ്പ് കണ്ടാൽ അറിയാം ഇതിന്റെ ഇൻവേർഡ് ഡയറക്ഷനിൽ, അല്ലെ, നിങ്ങൾ പുറത്തുനിന്ന് അകത്തേക്ക് വരുമ്പോ ഇൻവേർഡ് ഡയറക്ഷനിൽ എലിവേഷൻ ഇൻക്രീസ് ചെയ്യുകയാണ്. ഇഫ് യു ലുക്ക് അറ്റ് ദ വാല്യൂ ഓഫ് ദ elevation is increasing in the inward direction. അതിന്റെ അർത്ഥം എന്താണ്? ഈ കാണിച്ചിരിക്കുന്ന കോണ്ടൂർ മാപ്പ് ഇറ്റ് റെപ്രസെന്റ്സ് എ ഹിൽ എന്നാണ്. അല്ലെ, ഇറ്റ് റെപ്രസെന്റ്സ് എ ഹിൽ ആണ് ഉറപ്പായിട്ടും. സോ തീർച്ചയായിട്ടും അതിന്റെ ഓപ്പോസിറ്റ് നമുക്ക് എഴുതാൻ പറ്റും. എന്ത് എഴുതാൻ പറ്റും? ഇഫ് ദ എലിവേഷൻ വാല്യൂ ഈസ് ഡിക്രീസിംഗ്, അഥവാ ഇൻ ദ ഇൻവേർഡ് ഡയറക്ഷൻ എലിവേഷൻ കുറയുകയാണെങ്കിൽ, എലിവേഷൻ വാല്യൂ ഡിക്രീസിംഗ് ആണെങ്കിൽ തീർച്ചയായിട്ടും അത് മലയായിരിക്കില്ല. then it will be representing a valley ആയിരിക്കാം or it will be representing a depression ആണ്. ക്ലിയർ ആണോ പോയിന്റ്? സോ ഇതാണ് നമ്മുടെ പരിപാടി. ഇതാണ് കോണ്ടൂർ മാപ്പിംഗ് എന്ന് പറയുന്നത്. ഈ പറയുന്ന കോണ്ടൂർ മാപ്പ് നിങ്ങൾ നോക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, എല്ലാ കോണ്ടൂർ ലൈനുകളും ആർ ഫോംഡ് ഇൻ എ ക്ലോസ്ഡ് ലൂപ്പ് ആണ്. അതാണ് നമ്മുടെ അടുത്ത പോയിന്റ്. അതിനു മുമ്പ് ഒറിജിനൽ ഫിഗർ കാണിച്ചു തരാം. ഒരു മലയുടെ നിങ്ങൾക്ക് ഇവിടെ കാണാം, അല്ലെ, പല എലിവേഷനുള്ള മലയാണ് കാണുന്നത്. മല
ഇതിന്റെ ഈ ഒരു പോയിന്റിൽ എടുത്തപ്പോൾ അവിടുത്തെ എലിവേഷൻ 10 മീറ്റർ ആണ്, അടുത്ത പോയിന്റ് 20 മീറ്റർ ആണ്, 30 മീറ്റർ കാണാം, പിന്നെ 40 മീറ്റർ കാണാം. അതിനെ ഒന്ന് അടിച്ചു പരത്തിയാൽ മതി. അതിനെ ഒന്ന് അടിച്ചു പരത്തിയാൽ താഴെ കാണുന്ന രീതിയിലുള്ള കോണ്ടൂർ മാപ്പ് കിട്ടും. ഇൻസൈഡിൽ 40 ആണ്, പിന്നെ 30 ആണ്, പിന്നെ 20 ആണ്, പിന്നെ 10 ആണ്. അതായത് ഇൻവേർട്ട് ഡയറക്ഷനിൽ എലിവേഷൻ ഇൻക്രീസ് ചെയ്യുന്നു. ഡെഫിനറ്റ്ലി ഇറ്റ് റെപ്രസെന്റ്സ് എ ഹില്ലാണ്. ക്ലിയർ അല്ലേ? ഇപ്പൊ നമ്മൾ പറഞ്ഞ പോയിന്റ്, തൊട്ട് മുമ്പ് പറഞ്ഞ പോയിന്റ് ഇങ്ങനെയായിരുന്നു. ദ കോണ്ടൂർ ലൈൻസ് ഓൾവേസ് ഫോംസ് ഇൻ എ ക്ലോസ് ലൂപ്പ്. കോണ്ടൂർ ലൈൻസ് ഓൾവേസ് ഫോംഡ് ഇൻ അല്ലെങ്കിൽ ഫോംസ് ഇൻ ക്ലോസ്ഡ് ലൂപ്പാണ്. ക്ലോസ്ഡ് ലൂപ്പിലാണ് എപ്പോഴും എന്ത് ചെയ്യാം? കോണ്ടൂർ ലൈനുകൾ ഫോം ചെയ്യപ്പെടുക. എക്സെപ്റ്റ് ഇൻ ദ കേസ് ഓഫ് എവിടെയൊക്കെയാണ്? എക്സെപ്റ്റ് ഇൻ ദ കേസ് ഓഫ് ഒന്ന് വെർട്ടിക്കൽ ക്ലിഫ് ആണ്. എക്സെപ്റ്റ് ഇൻ ദ കേസ് ഓഫ് വെർട്ടിക്കൽ ക്ലിഫ് ആൻഡ് സെക്കൻഡ് വൺ എന്ത് പറയാം? ഓവർ ഹാങ്ങിങ് ക്ലിഫ് ആണ്. ഈ രണ്ട് സാഹചര്യങ്ങളിൽ ഒഴികെ ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിലും എന്ത് പറയേണ്ടി വരും? ഒരു ക്ലോസ് ലൂപ്പിലാണ് നമ്മുടെ കോണ്ടൂർ ലൈനുകൾ ഫോം ചെയ്യുന്നത്. അത് നമ്മളിപ്പോ കണ്ടു. ഓക്കെ, യു ക്യാൻ സീ ഹിയർ. ഈ പറയുന്ന സ്ഥലങ്ങളിലെല്ലാം കോണ്ടൂർ ലൈനുകൾ ക്ലോസ് ലൂപ്പാണ്. അപ്പോ എന്താണ് മാറ്റം? ഈ പറയുന്ന വെർട്ടിക്കൽ ക്ലിഫിലും ഈ പറയുന്ന ഓവർ ഹാങ്ങിങ് ക്ലിഫിലും മാറ്റം എന്താണെന്ന് കാണണ്ടേ? വരച്ചു നോക്കാം. വരച്ചു നോക്കിയാൽ കാര്യങ്ങൾ വളരെ വ്യക്തമാകും. ഒന്ന് നോക്കിയേ. വെർട്ടിക്കൽ ക്ലിഫാണ് ഒന്നാമത്തെ കേസ്. വെർട്ടിക്കൽ ക്ലിഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു സൈഡ് പക്ക 90 ഡിഗ്രി വെർട്ടിക്കൽ ആയിരിക്കും. ഇത്തരത്തിൽ കാണപ്പെടുന്ന ക്ലിഫുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വെർട്ടിക്കൽ ക്ലിഫ് എന്ന് പറയുന്നത്. നേരത്തെ ചെയ്ത അതേ പ്രവർത്തനം ഇവിടെയും ചെയ്യുകയാണ്. അതായത് പല പല സെക്ഷനുകൾ കട്ട് ചെയ്യുന്നു. ഇതാണ് സെക്ഷൻ 11. ഈ കാണിച്ചിരിക്കുന്നതാണ് സെക്ഷൻ 22. ഈ കാണിച്ചിരിക്കുന്നതാണ് സെക്ഷൻ 33. നിങ്ങളൊന്ന് വരച്ചു നോക്കിയേ. ഓരോ സെക്ഷനിൽ കട്ട് ചെയ്യുക, അതിന്റെ ടോപ്പ് വ്യൂ നോക്കുക. ഓരോ സെക്ഷനിലും കട്ട് ചെയ്യുക, അതിന്റെ ടോപ്പ് വ്യൂ നോക്കിക്കഴിഞ്ഞാൽ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. സോ ആദ്യം സെക്ഷൻ 11ൽ കട്ട് ചെയ്തു, എന്നിട്ട് അതിന്റെ ടോപ്പ് വ്യൂ നോക്കുകയാണ്. അതിന്റെ ടോപ്പ് വ്യൂ നോക്കുമ്പോൾ നമുക്ക് ഇത്തരത്തിൽ കാണാൻ പറ്റും അല്ലെ? ഈ ലൈനാണ് താഴെ ഡ്രോപ്പ് ചെയ്യുക. കാരണം 11ന്റെ കറസ്പോണ്ടിങ് ലൈൻ ഇതാണ്. ഇവിടം വരെ ഡ്രോപ്പ് ചെയ്തു. നിങ്ങൾക്ക് അതിന്റെ കോണ്ടൂർ മാപ്പ് ഇതാ ഇങ്ങനെ കാണാം. അതാണ് സെക്ഷൻ 11ൽ. സിമിലർലി അറ്റ് ദ സെക്ഷൻ 22 നിങ്ങൾ ഡ്രോപ്പ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ടോപ്പ് വ്യൂ നോക്കുകയാണെങ്കിൽ അത് തുടങ്ങുന്നത് ഇവിടെ തന്നെയായിരിക്കും. ഈ പോയിന്റിൽ അത് ഇവിടെ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് എന്താണ് മൂന്നാമത്തെ പോയിന്റിലെ നമ്മൾ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതും എന്ത് ചെയ്യുന്നുണ്ട്? ക്ലോസ്ഡ് ലൂപ്പ് ആണ്, ബട്ട് അവർ കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇവിടെ പറയേണ്ട പോയിന്റ് എന്തായിരുന്നു? ദേ ഓൾവേസ് ഫോം ഇൻ ക്ലോസ്ഡ് ലൂപ്പ് ആൻഡ് ദേ നെവർ ഇന്റർസെക്ട് വിത്ത് ഈച്ച് അതർ ആണ്. ആൻഡ് ദേ നെവർ ഇന്റർസെക്ട് വിത്ത് ഈച്ച് അതർ. ദേ നെവർ ഇന്റർസെക്ട്സ് വിത്ത് ഈച്ച് അതർ ആണ്. ഒരു കാരണവശാലും അവർ എന്ത് ചെയ്യപ്പെടില്ല. അതായിരുന്നു പറയേണ്ട പോയിന്റ്. ഓക്കെ, എവിടെയായാലും വേണ്ടിയില്ല. കോണ്ടൂർ ലൈൻസുകൾ ഓൾവേസ് ഫോംസ് ഇൻ എ ക്ലോസ് ലൂപ്പ് ആൻഡ് ദേ നെവർ ഇന്റർസെക്ട് വിത്ത് ഈച്ച് അതർ. ബട്ട് എക്സെപ്റ്റ് ഇൻ ദ കേസ് ഓഫ് വെർട്ടിക്കൽ ക്ലിഫ് ആൻഡ് ഓവർ ഹാങ്ങിങ് ക്ലിഫ്, ഈ രണ്ട് കേസുകളിൽ നമുക്ക് ഇന്റർസെക്ഷൻ കാണാൻ പറ്റും. ഈ പറയുന്ന കോണ്ടൂർ ലൈനുകളുടെ ക്രോസിംഗ് നമുക്ക് കാണാൻ പറ്റും. ക്ലിയർ അല്ലേ? പോയിന്റ് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. കോണ്ടൂർ ലൈൻസ് ഓൾവേസ് ഫോംസ് ഇൻ എ ക്ലോസ് ലൂപ്പ് ആണ് ആൻഡ് ദേ നെവർ ഇന്റർസെക്ട് വിത്ത് ഈച്ച് അതർ. They never intersect with each other except in the case of vertical cliff and overhang cliff ആണ്. വെർട്ടിക്കൽ ക്ലിഫിൽ നമ്മൾ നോക്കിയപ്പോൾ പല പോയിന്റുകളിലല്ല, ഒരു സിംഗിൾ പോയിന്റിൽ ഏകദേശം ഇവിടെ ആയിട്ട് എല്ലാ കോണ്ടൂർ ലൈനുകളും കോയിൻസൈഡ് ചെയ്യുന്നു. അല്ലെങ്കിൽ എന്ത് പറയണം? ആ ടേം എന്താണ്? കോയിൻസൈഡ് ചെയ്യുന്നു. ഓർ എന്ത് പറയണം? യുണൈറ്റ് ചെയ്യുന്നു. എവിടെ? ഇൻ ദ കേസ് ഓഫ് വെർട്ടിക്കൽ ക്ലിഫ് ഓൺലി. ഇൻ ദ കേസ് ഓഫ് വെർട്ടിക്കൽ ക്ലിഫ് ഓൺലി. സോ ശ്രദ്ധിക്കുക, കോയിൻസൈഡ് അല്ലെങ്കിൽ യുണൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോണ്ടൂർ ലൈനുകൾ കോയിൻസൈഡ് ചെയ്യുന്നു, കോണ്ടൂർ ലൈനുകൾ യുണൈറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത് വെർട്ടിക്കൽ ക്ലിഫ് ആണ്. നമുക്ക് ഓവർ ഹാങ്ങിങ് ക്ലിഫ് ഒന്ന് വരച്ചു നോക്കാം. ഇഫ് യു ലുക്ക് ഇൻ ദ കേസ് ഓഫ് ഓവർ ഹാങ്ങിങ് ക്ലിഫ് ഒന്ന് വരച്ചു നോക്കിയാൽ എന്താ കാണാൻ പറ്റും? നോക്കിയേ. കലാപരമായ സൃഷ്ടിയാണ്, ചിലപ്പോൾ ആയില്ല എന്ന് വരും. ഒന്ന് നോക്കിയേ. നമ്മളൊരു ഓവർ ഹാങ്ങിങ് ക്ലിഫ് വരയ്ക്കാൻ ശ്രമിക്കുകയാണ്. ഇത്തരത്തിലാണ് ഓവർ ഹാങ്ങിങ് ക്ലിഫ് കാണപ്പെടുന്നത്. അല്ലെങ്കിൽ അതിന്റെ ഒരു സൈഡ് എന്തായിരിക്കും? ഓവർ ഹാങ്ഡ് ആയിരിക്കും. ഓക്കെ, ലെറ്റ്സ് സേ ഈ വരച്ചിരിക്കുന്നതാണ് ഓവർ ഹാങ്ങിങ് ക്ലിഫ്. നമ്മൾ നേരത്തെ ചെയ്ത അതേ പരിപാടിയാണ് ചെയ്യുന്നത്.
നമ്മൾ പല പല സെക്ഷനുകൾ എടുക്കുന്നു. ഇതാണ് സെക്ഷൻ 1.1, ഇതാണ് സെക്ഷൻ 2.2, ഇതാണ് അടുത്ത സെക്ഷൻ 3.3. ഓക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, ഓരോ സെക്ഷനിൽ മലേനെ കട്ട് ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ അതിനെ എന്ത് ചെയ്യാണ്, ടോപ്പ് വ്യൂ നോക്കുകയാണ്. സോ സെക്ഷൻ 1.1 നിങ്ങൾ കട്ട് ചെയ്തു, നിങ്ങൾ താഴോട്ട് ഡ്രോപ്പ് ചെയ്യുന്നു. നോക്കിക്കോളൂ. സെക്ഷൻ 1.1 കട്ട് ചെയ്യുന്നു, ടോപ്പ് വ്യൂ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കാണപ്പെടുന്നത്, ഉറപ്പാണ്. ക്ലിയർ അല്ലേ? ഇതേ പരിപാടി സെക്ഷൻ 2.2 ചെയ്തേ. സെക്ഷൻ 2.2 നിങ്ങൾ ഡ്രോപ്പ് ചെയ്തു. യെസ്, ഇതാണ് സെക്ഷൻ 2.2 ഡ്രോപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോ നമ്മൾ മല വരച്ചപ്പോൾ, നമ്മൾ അതിന് ടോപ്പ് വ്യൂ വരച്ചപ്പോൾ വളരെ വ്യക്തമാണ് കാര്യങ്ങൾ. അവിടെ കോണ്ടൂർ ലൈനുകൾ ഇന്റർസെക്ട് ചെയ്യപ്പെടുന്നു. സെക്ഷൻ 3.3 നിങ്ങൾ കട്ട് ചെയ്തു, അതിന്റെ ടോപ്പ് വ്യൂ നിങ്ങൾ നോക്കിയപ്പോൾ അതിലും ഏറെ വ്യക്തമാണ് കാര്യങ്ങൾ. അത് വീണ്ടും പല പല പോയിന്റുകളിൽ ക്രോസ് ചെയ്യപ്പെടുന്നു. ഇവിടെയും എല്ലാം കോണ്ടൂർ ലൈനുകൾ ക്രോസ് ചെയ്യപ്പെടുന്നതായി കാണുന്നു. ക്ലിയർ ആണോ പോയിന്റ്? ഓക്കെ, നോക്കിയ ഈ ഒരു ഇമേജും ഈ കാണിച്ചിരിക്കുന്ന ഈ ഒരു കോണ്ടൂർ മാപ്പും ഈ കാണിച്ചിരുന്ന ഈ കോണ്ടൂർ മാപ്പും ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ വരച്ച ഈ കോണ്ടൂർ മാപ്പും ഒരാൾ കണ്ടു കഴിഞ്ഞാൽ അയാൾക്ക് വ്യക്തമായി മനസ്സിലാവും ഈ വരച്ചിരിക്കുന്ന എന്താണ്. ഇറ്റ് ഇസ് എ കോണ്ടൂർ മാപ്പ് ഓഫ് ഓവർ ഹാങ്ങിങ് ക്ലിഫ് ആണ്. അതായത് ഇവിടെ കോണ്ടൂർ ലൈനുകൾ ആർ ക്രോസിംഗ് ഈച്ച് അതർ. യെസ്, കോണ്ടൂർ ലൈൻസ് ആർ ക്രോസിംഗ് ഈച്ച് അതർ എന്ന് കാണാൻ പറ്റും. ചോദ്യം ഇതാണ്, എവിടെയാണ് കോണ്ടൂർ ലൈനുകൾ ക്രോസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഓവർ ഹാങ്ങിങ് ക്ലിഫ് ആണ് പറയേണ്ടത്. എവിടെയാണ് കോണ്ടൂർ ലൈനുകൾ കോയിൻസൈഡ് ചെയ്യുന്നത്, യുണൈറ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെർട്ടിക്കൽ ക്ലിഫ് ആണ് പറയുന്നത്. ഏറ്റവും ജനറൽ ആയിട്ടുള്ള പോയിന്റ്, കോണ്ടൂർ ലൈൻസ് ഓൾവേസ് ഫോംസ് ഇൻ എ ക്ലോസ്ഡ് ലൂപ്പ് and they never intersect with each other except in the case of vertical cliff and overhanging cliff ആണ്. കോണ്ടൂറിംഗിലെ ചില പോയിന്റുകളാണ് പറഞ്ഞത്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റുകളാണ് പറഞ്ഞത്. 1 year സ്റ്റഡി പ്ലാനിന്റെ ഭാഗമായിട്ട് ഓൾറെഡി നമ്മളെ ലെവലിംഗ് തിയോഡലായിട്ട് ഇപ്പൊ നമ്മൾ കോണ്ടൂറിംഗ് പറഞ്ഞു കഴിഞ്ഞു. യെസ്, ഇത്രയും പോയിന്റുകൾ അറിഞ്ഞിരിക്കുക, വെരി ഇമ്പോർട്ടന്റ് ആണ്. ഒരുപാട് പോയിന്റുകൾ യെസ് നമുക്ക് ഇനിയും ഡിസ്കസ് ചെയ്യാനുണ്ട്. സൈലം ടെക്നിക്കലിന്റെ ഭാഗത്തു നിന്നും യെസ് സർവേയറിന്റെയും ഓവർസിയറിന്റെയും അസിസ്റ്റന്റ് എഞ്ചിനീയറിന്റെയും ഓൺലൈൻ ക്ലാസ്സസ് ഓൾറെഡി റണ്ണിംഗ് ആണ്. ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള കോഴ്സിലാണ് ഈ പറയുന്ന ബെസ്റ്റ് കണ്ടന്റ് നിങ്ങളിലേക്ക് എത്തുന്നത്. കോഴിക്കോട് മാവൂർ റോഡില് യെസ് സൈലം ടെക്നിക്കലിന്റെ AE ബാച്ചസിന്റെ ഓഫ്ലൈൻ ക്യാമ്പസും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ക്ലാസ്സസ് റണ്ണിംഗ് ആണ്. അതും നാട്ടിൽ കിട്ടാവുന്ന ഏറ്റവും മോസ്റ്റ് അഫോർഡബിൾ കോഴ്സിലാണ് നിങ്ങളിലേക്ക് എത്തുന്നത്. സോ ഇന്ന് തന്നെ കോഴ്സ് പർച്ചേസ് ചെയ്യുക. സൈലം ടെക്നിക്കലുമായിട്ട് കോൺടാക്ട് ചെയ്യുക ഫർദർ ഇൻഫർമേഷൻ അറിയാൻ വേണ്ടിയിട്ട്. മറ്റൊരു സെഷനിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.